നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി സുധീഷും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്ന് അവരോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് സുധീഷ് പറഞ്ഞത്. അത് നിധിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും സുധീഷിന് അറിയായിരുന്നു, ഒന്നും തെറ്റാതെയാ പറഞ്ഞേ. പക്ഷെ സുധീഷിന്റെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിധിക്ക് അറിയണ്ടായിരുന്നില്ല. കുറെ തെറ്റൊക്കെ പറഞ്ഞു. സുധീഷ് അതൊക്കെ തിരുത്തി. അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് അവരൊരു ബൊക്കയും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംസാരിച്ച് പോരുന്ന സമയത്ത് നിധി എന്ത് ചെയ്തു, അതിനകത്ത് ഓരോ പൂവ് ഇങ്ങനെ പിച്ചിപ്പറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. സുധീഷ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നിധി ചോദിച്ചു, അല്ല സുധീഷേ, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, എനിക്കിഷ്ടപ്പെട്ട കളർ ഏതാ, എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഏതാ, എല്ലാ കാര്യങ്ങളും സുധീഷിനറിയാം. അതെങ്ങനെയാ? അത് പിന്നെ ഞാൻ കുറച്ച് നാളായല്ലേ നിന്നോടൊപ്പം ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട്, 3-5 മാസമായില്ലേ. അപ്പം നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എനിക്കറിയാം. അല്ല എന്നാലും ഇതെങ്ങനെ? നമ്മൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിലേ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കും. അല്ല നീ എന്നെക്കുറിച്ച് കുറെ തെറ്റൊക്കെ പറഞ്ഞു, എന്നെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അതെങ്ങനെ എനിക്കറിയാം? എനിക്ക് സുധീഷിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയാവോ? അത് സ്നേഹിച്ചാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നിധി ഒന്ന് നോക്കി. ആ സമയം സുധീഷ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്താണല്ലോ ആയിക്കോട്ടെ. എനിക്ക് തോന്നി ഇനിയിപ്പോൾ സുധീഷ് വിളിച്ചു വരുത്തിയതാണോന്ന്. എന്തിന്? അല്ല ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയാൻ പറ്റില്ല, സുധീഷിന്റെ സ്വഭാവമല്ലേ. അപ്പൊ സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ട് നിധിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും സംസാരിച്ച് വീടെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കയ്യിലിരുന്ന ആ ബൊക്കയിലെ പൂവെല്ലാം നിധി പിച്ചിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ആ ബൊക്കയും കൂടെ താഴേക്കൊരു ഏറെറിഞ്ഞു. സുധീഷിന് സങ്കടമായി. പക്ഷെ സുധീഷ് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല, കാര്യമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതെ ഹരീഷ് ഇതുവരായിട്ട് എത്തിയിട്ടില്ല. ഹരീഷിന് അറിയത്തില്ല, അഖിലും കൂട്ടരും, നീതുവിന്റെ സഹോദരനാണ് അഖിലും കൂട്ടരും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ. ഹരീഷ് വരുമ്പോൾ ഒരു കാരണവശാലും ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. കാരണം ഹരീഷ് അറിഞ്ഞാൽ പിന്നെ ഹരീഷിന് സങ്കടവും. ഹരീഷ് വെറുതെ ഇരിക്കില്ല, ഹരീഷ് പോയി പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആരും ഒന്നും പറയരുത്, ആ മുഖഭാവം പോലും കാണിക്കരുതെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഹരീഷേണ്ട അറിയണ്ടേ? വേണ്ടടാ, വെറുതെ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. സുഭാഷിനാണ് എങ്ങനെയും പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു. ആരെ അങ്ങനെ ഉപദ്രവിക്കാനോ വഴക്കുണ്ടാക്കാനോ പോകാനായിട്ട് സുഭാഷിന് താല്പര്യമില്ലല്ലോ. ശരി, ഓക്കെ, എല്ലാവരും സമ്മതിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഹരീഷ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും എല്ലാവരും ഹാളിലുണ്ട്. ഹരീഷ് എല്ലാവരെയും നോക്കി. അപ്പോഴേക്കും പദവിയിലും വിപരീതമായിട്ട് സുഭാഷ് ചോദിച്ചു, ഹരീഷേ നീ കൈ എഴുതിയിട്ട് വാ, നിനക്ക് ചായ വേണോ അതോ കഴിക്കാൻ വേണോ, എന്താ വേണ്ടേ പറയാൻ പറഞ്ഞു. ഹരീഷ് ഇങ്ങനെ നോക്കി, എന്താടാ വേണ്ടേ? ഞാൻ കഴിക്കാൻ എടുത്തോണ്ട് വരട്ടെ. അല്ല ഇതെന്തു പറ്റി സുഭാഷേണ്ണ? സാധാരണഗതി ഞാൻ വന്ന ഉടനെ ഇങ്ങനെയൊന്നും കഴിക്കുന്നൊന്നും അല്ലോ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടല്ലേ. സുഭാഷേണ്ണ അറിയാവുന്ന കാര്യമില്ലേ, ഇതെന്തു പറ്റി എന്നും ചോദിച്ചുകൊണ്ട് ഹരീഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പി. നികേഷ് പറഞ്ഞു, സുഭാഷേണ്ണ എല്ലാവരോടും പറഞ്ഞു, സുഭാഷേണ്ണൻ തന്നെ എല്ലാം കുളവാക്കുന്ന ലക്ഷണമുണ്ട്, കണ്ടില്ലേ? ഇപ്പൊ തന്നെ ഹരീഷേണ്ണ സംശയം തോന്നിയിട്ടുണ്ട്. സുധീഷ് പറഞ്ഞു, ഈ സുഭാഷേണ്ണ ഒന്നും അറിയത്തില്ല, ഇങ്ങനൊന്നും അല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ, അത് കൈകാര്യം ചെയ്യുന്നൊരു നീക്കുണ്ട്, അങ്ങനെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോഴേക്ക് ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നപ്പോൾ സുധീഷ് ചോദിച്ചു, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങളൊക്കെ വർക്ക്ഷോപ്പില്? പണികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? വണ്ടി ഉണ്ടോ വർക്ക്ഷോപ്പില്? ഇതെന്ത് മറിമായം? സുധീഷ് ജന്മത്തിൽ ചോദിക്കുന്നവരല്ല അങ്ങനെയൊക്കെ. പെട്ടെന്ന് സുധീഷ് അങ്ങനെ ചോദിച്ചപ്പോൾ ഹരീഷിന് സംശയം. സുഭാഷിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത, അതുപോലെ തന്നെ സുധീഷിന്റെ പെരുമാറ്റത്തിലും ആകെപ്പാട് എന്തോ ഒന്ന് ചീഞ്ഞു ആറുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ സത്യം പറ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ലേടാ നികേഷേ? അതെ, ഇവിടെ ഒരു പ്രശ്നമില്ല ഹരീഷ് ചേട്ടാ. ഭാസ്കരൻ ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരന് ദേഷ്യമായി. ഭാസ്കരൻ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഹരീഷിനോട് പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ടെങ്കിലേ മര്യാദയ്ക്ക് സ്നേഹിച്ചോണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു പട്ടിയുടെ വില പോലും തന്നില്ല അവളുടെ ആങ്ങള. അച്ഛൻ ആരുടെ കാര്യം പറയണേ? ആരുടെ കാര്യം നിനക്കറിയില്ലല്ലേ? നീ ആ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആങ്ങളുടെ കാര്യം പറഞ്ഞേ. അവൻ ഇവിടെ വന്നിടുന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാവോ? അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അച്ഛ പ്ലീസ്, ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അച്ഛനൊന്നും മിണ്ടാതെ പോയിക്കേ. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ, അച്ഛൻ ചുമ്മാ ഓരോന്നിങ്ങനെ പുലമ്പുന്ന, അച്ഛനും മദ്യവെച്ചിട്ടൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അതൊന്നുമല്ല, എന്തോ കാര്യമുണ്ട്. എന്താ അച്ഛാ കാര്യം?
എടാ ഇവര് നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. കാര്യം എന്താന്ന് പറഞ്ഞാലേ, ആ പെണ്ണുണ്ടല്ലോ നീ സ്നേഹിക്കുന്ന അവളുടെ പേരെന്നാ, നീതു. അവളുടെ ആങ്ങളെ ഇവിടെ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു, വെല്ലുവിളികളും കാര്യങ്ങളും. ഒടുവിൽ സുധീഷും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ അവർക്കിട്ട് നല്ലത് കൊടുത്താ വിട്ടിരിക്കുന്നേ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഇനി ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഹരീഷിന് ദേഷ്യമോ സങ്കടമായി. പെട്ടെന്ന് ഹരീഷിന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. സുഭാഷൊക്കെ ദേഷ്യപ്പെടുക. അച്ഛൻ ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇനി പ്രശ്നം രൂക്ഷമാക്കാനായിട്ട്? മുറിയിൽ ചെന്ന് കഴിഞ്ഞ് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും നീതു വിളിക്കുകയാണ് ഹരീഷിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഹരീഷ് ആദ്യം കോൾ എടുത്തില്ല. വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്തു. എന്നിട്ട് ഹരീഷ് ചീത്ത പറഞ്ഞു, നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കണേ? നിന്റെ ആങ്ങള അവൻ ആരാന്ന് അവന്റെ വിചാരം? ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു, അതും എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ അച്ഛനെ ചേട്ടനെയൊക്കെ ചീത്ത പറഞ്ഞെങ്കിൽ അവൻ ആരാന്ന വിചാരം? ധൈര്യം ഉണ്ടെങ്കിൽ അവനോട് ഇങ്ങ് നേരിട്ട് ഏറ്റുമുട്ടാൻ വരാൻ പറ. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്. ഞാനില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ആണത്തം. ആണാണെങ്കിൽ ഇപ്പോൾ വരാൻ പറ. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഹരീഷേട്ടാ ഞാനില്ലായിരുന്നു, എനിക്കറിയണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ദേഷ്യപ്പെട്ടു. എൻ്റെ ചേട്ടനെ കുറേ ചീത്ത പറഞ്ഞു. എന്നെ ക്ഷമിക്ക്, ഞാൻ അറിഞ്ഞിട്ടല്ല ഇതൊക്കെ. എടി നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ചേട്ടൻ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ ആരാ അധികാരം കൊടുത്തേ? ഹരീഷിന് കട്ടക്കളിപ്പായിരുന്നു. വായി വന്നല്ല ഹരീഷ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നു. ആരടി, അവനാണോ വിളിച്ചേ? അതെ അവൻ തന്നെയാ. എടി നശൂലവേ, നിന്നോടല്ലേടി പറഞ്ഞ അവനോട് സംസാരിക്കരുതെന്ന്. അതും പറഞ്ഞിട്ട് നീതുവിൻ്റെ കർണത്തിലിട്ട് ഒറ്റ അടിയായിരുന്നു. അപ്പോഴേക്കും നീതു പറഞ്ഞു, എന്നെ അങ്ങനെ അടിച്ചൊതുക്കി ഇരുത്താന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് ഹരീഷേണ് ഇഷ്ടമാ. ഞാൻ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും, ഒരു മാറ്റവും ഇല്ല. നിങ്ങളുടെ മോൻ അവിടെ പോയി കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അത് കാരണം ഇപ്പം നാണം കെട്ടി നിൽക്കുന്ന ഞാനാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എന്താടി നീ പറഞ്ഞേ? മനസ്സിലാവത്തില്ലെന്നോ? തോന്നിയാസം കാണിക്കുന്ന പോരാ, എന്നിട്ട് അഭ്യാസം കാണിക്കുന്നോ? ഞാൻ എന്ത് അഭ്യാസം കാണിച്ചെന്നാ? ഞാനൊരു അഭ്യാസവും കാണിച്ചിട്ടില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്, അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്ത കാര്യമാണ്. എന്നിട്ടോ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വിളിക്ക്. നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നേ? നീതുവിനും ദേഷ്യം വന്നു. നീതുവും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ നികേഷ് ഇന്ന് പഠിക്കുകയാണ്. അപ്പോഴേക്ക് നിധി വന്നിട്ട് ചോദിച്ചു, നികേഷേ എന്നാ പഠിക്കുന്നേ? എക്സാമിനാണോ എന്ന് ചോദിച്ചു. എക്സാമിനാ, ഭയങ്കര ടഫ് അയച്ചു പഠിക്കാനായിട്ട്. ആ സമയം സുഭാഷ് രണ്ടുപേർക്കുള്ള ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ചായ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല ബാക്കി രണ്ടുപേരെന്തി? അവരെ കണ്ടില്ലോ. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, ഹരീഷ് ചേട്ടനും സുധീഷ് ചേട്ടനും പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കുറച്ച് സമയം, പിന്നെ കണ്ടില്ല. കണ്ടില്ല എന്ന് എവിടെ പോയി? അറിയത്തില്ല, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എടാ എന്തേലും പ്രശ്നം ഉണ്ടാക്കുവോ? രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല. എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഇനി രണ്ടുപേരും കൂടെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങനെയും പോയതാണോ? പറയാൻ പറ്റില്ല. സുധീഷിയുടെ എടുത്തയാട്ടക്കാരനാ. പോരാത്തന്നെ ഹരീഷിനെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്മാരോടെ പോയി പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ടാ സമാധാനമായിട്ടിരിക്കുക. എന്തുണ്ടാക്കാനായിട്ടാ? അല്ലെങ്കിൽ ഇവിടെ വന്ന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ചോദിക്കണ്ടേ? നീ ഇനി അവരുടെ ഭക്ഷത്ത് നിന്നോ. ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, അത് സോൾവ് ചെയ്യാനാ കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് കയറിപ്പോയി അകത്തേക്ക്. ശരിയായിരുന്നു സുഭാഷിൻ്റെ കണക്കൂട്ടൽ. ഹരീഷ് സുധീഷും കൂടെ നീതുവിൻ്റെ വീട് തേടി പോവാണ്. നീതുവിൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ. സ്വന്തം വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വെറുതെ വിടുവോ? അവരുടെ വീട്ടിൽ ചെന്ന് തിരിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.